ഹലോ ഗായ്സ്, അങ്ങനെ രാവിലെ ഞങ്ങളുടെ ഒരു ഓഫ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. രാവിലെ ആദ്യം എഴുന്നേറ്റ് വന്ന് കുഞ്ഞുമായിട്ടൊക്കെ കളിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ട് നേരെ ഹോളിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും. നല്ല ചൂടിടിയപ്പം മുട്ടക്കറിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിൽ പോകാൻ വേണ്ടി. അമ്പലം ഇവിടെ തുറക്കുമ്പോൾ രാവിലെ 11-12 മണിയാവും. ഉണ്ട് ഞങ്ങൾ രാവിലെ കഴിച്ചിട്ടേക്കാണ് പോകുന്നത്. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യം പിടിച്ചാൽ കിട്ടത്തില്ല. ആദ്യം ഓടി നടന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നേരെ പോയത് ഷോപ്പിങ്ങിന് വേണ്ടിയാണ്. കുറച്ച് വെജിറ്റബിൾസും നല്ല ഫ്രഷ് മീനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മീനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാ മീനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കരിമീൻ ഉൾപ്പെടെ മത്തി, അയല, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ച കുറച്ച് കാളാഞ്ചിയാണ്. കാളാഞ്ചി മേടിച്ച് കറി വെച്ച് കുറച്ച് കിഴങ്ങ് മെഴുക്ക് വെട്ടി, ഇന്നലത്തെ കുറച്ച് ബീഫ് ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു, അതും മേടിച്ചു. വെച്ചോണ്ടിരുന്നപ്പോഴാണ് പൊതിച്ചോറ് കഴിക്കാൻ തോന്നിയത്. അപ്പം രണ്ടാമത് വീണ്ടും വണ്ടി എടുത്ത് നേരെ കടയിൽ പോയി വാഴയില മേടിച്ച് തിരിച്ചു വന്ന് കുറച്ച് ഓംപ്ലേറ്റും മുളക് വറുത്തവും തേങ്ങാ ചമ്മന്തിയും മീനൊക്കെ എടുത്ത് കുറച്ച് വറുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം പോയി. അതുകൊണ്ട് കുറച്ച് സ്മൂത്തി അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് വീണ് കുറച്ച് അടിപൊളി സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും കറികളൊക്കെ റെഡിയായി. വാഴയിലൊക്കെ സെറ്റ് ചെയ്ത് ചൂട് ചോറ വാഴയിലോട്ടിട്ട് ആ വറുത്ത മുളകും മീനും ഓംപ്ലേറ്റും കിഴങ്ങ് മെഴുക്കുവരട്ടിയും നല്ല തേങ്ങ ചമ്മന്തിയും കുറച്ച് ബീഫ് ഫ്രൈ എല്ലാം അതിനകത്തിട്ട് വാഴയില നല്ലതായിട്ട് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചു. എന്നിട്ടായിരുന്നു സ്മൂത്തിയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോഴേക്കും മീനൊക്കെ തിളച്ച് നല്ല റെഡിയായി സെറ്റായി വന്നു. അത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ വേഗം പൊതിച്ചോറ് തുറന്ന് കഴിക്കാനുള്ള ധൃതിയിലായിരുന്നു. ആ പൊതിച്ചോറ് തുറക്കുമ്പോഴുള്ള മണം അതാണ് ഒരു രക്ഷയില്ലാത്ത. പിന്നെ കറികളെല്ലാം കൂടെ കൂട്ടി കുഴച്ചിങ്ങനെ വായിലോട്ട് വെക്കുമ്പോഴുള്ള ടേസ്റ്റ് എൻ്റെ പൊന്നെ ഒരു രക്ഷ. ഇപ്പോൾ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിച്ചു വന്നപ്പോൾ വൈകിട്ട് 5 മണിയായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.